അടുത്തതായിട്ട് നമ്മൾ സ്ലൈസേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. സ്ലൈസേഴ്സ് എന്ന് പറയുന്നത് വിഷ്വൽ ഫിൽറ്റേഴ്സ് ആണ്. അപ്പൊ നമ്മളൊരു മീൻസ് ഒരു സ്ലൈസർ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു വാല്യൂവിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പേജിലുള്ള എല്ലാം അവിടെ എന്താവും, ഫിൽറ്റർ ആവും. ഇപ്പൊ നമ്മള് ടോപ്പ് ആൻഡ് ഫിൽറ്ററിങ്ങും ബേസിക് ഫിൽറ്ററിങ്ങും ഒക്കെ കണ്ടല്ലോ. പക്ഷെ അതിൽ നമ്മൾ ചെയ്യുമ്പോഴെന്താ, ആ ഒരു പെർട്ടിക്കുലർ വിഷ്വലിൽ മാത്രമേ അവിടെ ചേഞ്ച് വരുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ ടോപ്പ് 100 കസ്റ്റമേഴ്സിനെ കണ്ടുപിടിച്ചാലും ടോപ്പ് 10 പ്രൊഡക്ട്സ് കണ്ടുപിടിച്ചാലൊക്കെ ആ ഒരു വിഷ്വലല്ലേ ചേഞ്ച് വന്നുള്ളൂ. പക്ഷെ നമ്മൾ സ്ലൈസേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താ, ആ ഒരു പേജ് മൊത്തം അവിടെ ഫിൽട്ടർ ആയി വരും. ആ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ആ ഒരു വാല്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് മാത്രമായിരിക്കും നമുക്കവിടെ കാണാൻ പറ്റുക. അപ്പം സ്ലൈസേഴ്സ് 3 ടൈപ്പ് നമുക്ക് കാണാൻ പറ്റും. കാറ്റഗറിക്കൽ ഓർ ടെക്സ്റ്റ് ഓപ്ഷൻസ് ആണെങ്കിൽ ഈ ഒരു ടൈപ്പ് സ്ലൈസേഴ്സ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്, ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. കണ്ടോ, ഇവിടെ ഇൻകം ലെവലില് ആവറേജിൽ മാത്രം ഞാൻ കൊടുക്കുകയാണെങ്കിൽ ആ ആവറേജിന്റെ മാത്രം വാല്യൂസ് ആണ് എനിക്ക് കാണാൻ പറ്റും. ഓക്കെ, ഫിൽട്ടർ ചെയ്തെടുക്കാന്നൊക്കെ പറയാം, തന്നെയാണ് ഇവിടെ. ഇനി ഡേറ്റ് ഓർ ടൈം ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ കണ്ടോ, ഈ ഒരു വാല്യൂനെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്യാൻ പറ്റും. അപ്പം 2020 മുതൽ 22 വരെയുള്ള ആ ഒരു ഡാറ്റ മൊത്തം ഇതിലുണ്ട്. അങ്ങനെ കാണാൻ പറ്റും ഇത് യൂസ് ചെയ്ത്. അല്ലെങ്കിൽ എന്താ, ഡേറ്റ് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഡേറ്റും ഈ ഒരു വാല്യൂ കൊടുക്കുക. നെക്സ്റ്റ് ന്യൂമറിക് റേഞ്ച് ഓപ്ഷൻസ്, അതിലും ഇങ്ങനെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ 3 ടൈപ്പ് സ്ലൈസേഴ്സ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് സ്ലൈസേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളോട് ഇവിടെ മാപ്പിന്റെ പേജിലാണ് സ്ലൈസർ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, മാപ്പിന്റെ മുകളിലായിട്ട്. അപ്പം ആദ്യം നമ്മൾ ഇവിടുന്ന് സ്ലൈസർ എടുക്കാം. ഇതാണ് സ്ലൈസർ. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് അതിൽ നമ്മൾ ഫീൽഡ് കൊടുക്കണം. സ്ലൈസേഴ്സിൽ ഫീൽഡ് ഇവിടെ ഞാൻ എന്താ, കോണ്ടിനെന്റ് ആണ് കൊടുക്കുന്നത്. കോണ്ടിനെന്റ് ഡ്രാഗ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്താ കണ്ടോ, 3 കോണ്ടിനെന്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ വേണമെങ്കിൽ ഫോർമാറ്റ് യൂസ് ചെയ്തിട്ട് ഇതിനെയും നമുക്ക് വേണമെങ്കിൽ എന്താ, കുറച്ചും കൂടി വേറെ ടൈപ്പ്, മീൻസ് വേറെ ഇതിലേക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഫോർമാറ്റ് യൂസ് ചെയ്യാം. അതില് സ്ലൈസർ സെറ്റിംഗ്സിലെ ഓപ്ഷൻസ് സ്റ്റൈല് നമുക്ക് മാറ്റാം. ഇപ്പൊ ഇത് കിടക്കുന്നത് വേർട്ടിക്കൽ ലിസ്റ്റിലാണ്. നമുക്ക് ഇതിൽ വേണമെങ്കിൽ ടൈലാക്കാം, അല്ലെങ്കിൽ എന്താ, ഡ്രോപ്പ് ഡൗൺ ആക്കാൻ പറ്റും. കണ്ടോ, ഓൾ സെലക്ട് ചെയ്ത് വരുമ്പോൾ എല്ലാവരും വരും. അപ്പൊ ഞാനിതിപ്പം സ്റ്റൈല് ടൈലാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് സെയിം ചെയ്യാറുള്ള പോലെ നമുക്ക് അതിന്റെ കളർ മാറ്റാം, ഫോണ്ട് മാറ്റാം, ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്തിടാം. ഇനി നമുക്ക് ഇതിനെ ഈ മാപ്പിന്റെ മുകളിലേക്ക് കൊണ്ടുവിടാം. ഇനി വേറൊരു സംഭവം പറയുന്നത്, സ്ലൈസർ സെറ്റിംഗ്സിൽ തന്നെ, ഓക്കെ, സ്ലൈസർ സെറ്റിംഗ്സിൽ ഷോ സെലക്ട് ഓൾ എന്നുള്ളത് ഓൺ ആക്കിയിടാം. ഓക്കെ, അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്ത് മാത്രമേ വരുള്ളൂ. ഇനി നമുക്ക് ഫിൽട്ടർ ചെയ്ത് നോക്കാം. കണ്ടോ, യൂറോപ്പ് മാത്രം എടുക്കുമ്പോൾ ആ ഒരു കോണ്ടിനെന്റിലുള്ള മാത്രം കൺട്രീസ് വരും. നോർത്ത് അമേരിക്ക എടുക്കുമ്പോൾ അതിലെ മാത്രം. കണ്ടോ, ഇങ്ങനെ നമുക്ക് ഫിൽട്ടർ ചെയ്ത് കാണാൻ പറ്റും. അപ്പൊ ഇതിനാണ് സ്ലൈസർ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളോട് വേറൊരു സ്ലൈസർ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് കാറ്റഗറിക്കൽ അല്ലേ. ഇനി ഇയറിന്റെ ബേസിൽ ഒരു സ്ലൈസർ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഏത്, കസ്റ്റമർ ഡീറ്റെയിൽ പേജിൽ സ്ലൈസർ സെലക്ട് ചെയ്യുക, ഫീൽഡ് ഇയർ കൊടുക്കുക. കലണ്ടർ ലുക്കപ്പിൽ ഓൾറെഡി ഉള്ളതാണ്, ഇയർ കൊടുക്കുക. ദെൻ എന്താ, ഫിൽട്ടേഴ്സ് അതിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം, ഫിൽട്ടേഴ്സ് അപ്ലൈ ചെയ്യാതെയും ചെയ്യാം. ഓക്കെ, ഇത്രയും കൊടുത്തതിന് ശേഷം ഡയറക്റ്റ് ഫോർമാറ്റിൽ വന്നിട്ട് സ്ലൈസർ സെറ്റിംഗ്സിലെ ഓപ്ഷൻസ്